ഇസ്രായേലിന്റെ കൈവശമുള്ള ഗോലാൻ കുന്നിലേക്ക് ഹിസ്ബുള്ള ഗ്രൂപ്പ് ശക്തമായിരിക്കുന്ന ആക്രമണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പാശ്ചാത്യ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. നിലക്കാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഈ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പ് നടത്തുന്നത് എന്നും പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കാത്ത വിധം വലിയ രീതിയിലുള്ള പ്രയാസമാണ് ഇസ്രായേൽ സൈന്യം ഗോലാൻ കുന്നിന്റെ പ്രദേശങ്ങളിൽ അനുഭവിക്കുന്നത് എന്ന തരത്തിലൊക്കെയാണ് ഈ റിപ്പോർട്ടിന്റെ പൂർത്തീകരണം ഉണ്ടാവുന്നത്. പറയുന്ന കാര്യം 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് സിറിയയുടെ ഭാഗത്ത് നിന്ന് പിടിച്ചെടുത്തതാണ് ഗോലാൻ കുന്നിന്റെ ഇസ്രായേൽ കൈവശത്തിലുള്ള പ്രദേശത്തിന്റെ ഭാഗങ്ങൾ. ആ പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി തിരിച്ചു പിടിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും സിറിയയും ഇസ്രായേലും തമ്മിലും ഹിസ്ബുള്ള ഗ്രൂപ്പ്, അതായത് ലെബനാനും ഇസ്രായേലും തമ്മിലൊക്കെ വലിയ രീതിയിലുള്ള പോർമുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, വലിയ ദുരന്തങ്ങളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ അധിനിവേശത്തിലുള്ള വലിയൊരു പ്രദേശം ഗോലാൻ കുന്നിന്റെ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ ബാക്കി പ്രദേശം സിറിയയുടെ ഭാഗങ്ങളിലാണ്. ചില പ്രദേശം UN സഭയുടെ പ്രത്യേക നിരീക്ഷണത്തിലാണ്. രണ്ടു കൂട്ടർക്കും പ്രത്യേക അവകാശമില്ലാത്ത രീതിയിൽ പിടിച്ചു വെച്ചിരിക്കുന്ന അല്ലെ അതിർത്തി ബോർഡർ ആക്കിയിട്ട് UN-ന്റെ അണ്ടറിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശമാണ്. മൊത്തത്തിൽ ആ ഏരിയകളൊക്കെ വലിയ പ്രശ്നമുള്ള സ്ഥലം തന്നെയാണ്. എന്നാൽ വലിയ സുരക്ഷിത മേഖല ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിന് എല്ലാ കാലത്തും ഈ മേഖലയിൽ സാധിച്ചിരുന്നു എന്നതിനാൽ സിറിയയുമായിട്ടുള്ള ഏതൊരു ഏറ്റുമുട്ടൽ ഉണ്ടായാലും ആ സമയത്തൊക്കെ ഇസ്രായേലിനാണ് ഒടുവിലെ ഘട്ടത്തിൽ വിജയം ഉണ്ടാവാറ്. ഈ പ്രാവശ്യം തന്നെ ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തോടനുബന്ധിച്ച് 3 പ്രാവശ്യമെങ്കിലും ഇസ്രായേൽ സൈന്യം നേരിട്ട് സിറിയയിലേക്ക് പ്രവേശിക്കുകയും അവിടെ ആക്രമണം നടത്തുകയും പ്രാദേശികമായിരിക്കുന്ന ഒരു എയർപോർട്ട് തന്നെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ മിലിറ്ററി ബേസിന് നേരെ ആക്രമണം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടും എംബസി തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നതാണ്. അതൊക്കെ സിറിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഈ പ്രദേശത്തേക്ക് ഹിസ്ബുള്ള ഗ്രൂപ്പ് നിരന്തരം ആക്രമണം നടത്തുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് എന്നുള്ളതും ഇസ്രായേൽ സൈന്യത്തിന് വേണ്ട വിധം പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിഷയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യം 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത ഗോലാൻ കുന്നിന്റെ പ്രദേശത്ത് പിന്നീട് അവർ സെറ്റിൽമെന്റ് സ്ഥാപിച്ചുകൊണ്ട് ഇസ്രായേലിലെ ജൂത വിഭാഗത്തെ അവിടെ കുടിയിരുത്തുകയായിരുന്നു. പ്രത്യേകമായിരിക്കുന്ന ഒരു സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കവചം തീർക്കാൻ ആയുധപരമായിരിക്കുന്ന സംവിധാനവും ഈ പ്രദേശത്തുള്ള ജൂത വിഭാഗത്തിന് ഇസ്രായേൽ നൽകുകയും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷയുടെ പേരിൽ തോക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇസ്രായേൽ ഗവൺമെന്റ് അനുമതി നൽകിയിരിക്കുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇസ്രായേലിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുന്ന സമയത്തും ഗോലാൻ കുന്ന് ഏറെക്കുറെ സുരക്ഷിത മേഖലയായിട്ടാണ് അറിയപ്പെട്ടത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം, അതായത് ജൂത വിഭാഗത്തിന്റെ വലിയ രീതിയിലുള്ള കുടിയേറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കുടിയേറ്റം സ്ഥാപിക്കപ്പെട്ട വിഭാഗത്തിന് വലിയ രീതിയിലുള്ള ആയുധ ഉപയോഗത്തിനുള്ള അനുമതി സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സൈനിക ക്യാമ്പുകളും പ്രാദേശിക എയർപോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഹെലികോപ്റ്റർ ലാൻഡിംഗ് പോലെയുള്ള പ്രദേശങ്ങളൊക്കെ ഈ ഭാഗങ്ങളിൽ തന്നെ ഏറെക്കുറെ ഉണ്ട്. അതുകൊണ്ട് ആ പ്രദേശം ഏറെക്കുറെ സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത്. ആ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഏതാണ്ട് ദിവസങ്ങളായി ഹിസ്ബുള്ള ഗ്രൂപ്പ് അക്രമങ്ങൾ അയച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. മിസൈലിന്റെ തീമയ പെയ്യുന്നു എന്ന തരത്തിലൊക്കെയാണ് ചില പ്രാദേശിക ന്യൂസ് പത്രങ്ങളൊക്കെ ഇതിന്റെ ഹെഡ്ലൈൻ കൊടുത്തുകൊണ്ട് റിപ്പോർട്ടാക്കിയിട്ട് പുറത്തു വന്നത്. ഇന്ന് വരെ കാണാത്ത രീതിയിൽ അതിശക്തമായിരിക്കുന്ന അക്രമമാണ് ഗോലാൻ കുന്നിലെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് അയച്ചുവിടുന്നത്. പ്രതിരോധിക്കാൻ വേണ്ടി വലിയ പ്രയാസം ഇസ്രായേൽ സൈന്യം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഇതിനെ എങ്ങനെ അതിജീവിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും സൈനികർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതോടനുബന്ധിച്ച് മറ്റൊരു ഭാഗം ഗസയുടെ ഭാഗത്തും പുറത്തു വരുന്നത്, ഗസയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന അക്രമത്തിന് കാഠിന്യം കുറച്ചുകൊണ്ട് അവിടുന്ന് സൈന്യങ്ങളെ പിൻവലിച്ച് ഗോലാൻ കുന്നിന്റെ ഭാഗങ്ങളിൽ വിന്യസിക്കുന്നതിനെ കുറിച്ചും ലെബനാന്റെ അതിർത്തിയിൽ വിന്യസിക്കുന്നതിനെ കുറിച്ചും ഇസ്രായേൽ ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ബ്രിട്ടീഷ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: എല്ലാ ഭാഗത്തേക്കും പ്രതീക്ഷനേക്കാൾ അപ്പുറം സൈനികരെ വിന്യസിക്കാനുള്ള സംവിധാനം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനില്ല. മുൻപ് കാലത്തൊക്കെ ആണെങ്കിൽ സൈന്യത്തിൽ ചേരുക എന്നുള്ളത് മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടും വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ ജൂത വിഭാഗങ്ങൾ അത് ഏറ്റെടുത്തിരുന്നു.
വലിയ രീതിയിലുള്ള മരണങ്ങളും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും വലിയ രീതിയിലുള്ള മുറിവേൽക്കലും ഹമാസുമായിട്ടുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായതോടുകൂടി സൈന്യം ഏറെക്കുറെ ക്ഷീണിതരാണ്, മാനസികമായി തന്നെ വലിയ പ്രയാസം അനുഭവിക്കുന്നു. അവർ താൽക്കാലികപരമായി നിയമിച്ചിരിക്കുന്ന സൈനികർ സൈന്യത്തിൽ പ്രവേശിക്കാൻ താല്പര്യമില്ല എന്ന് എഴുതി കൊടുക്കുന്നവരുടെ എണ്ണം ഓരോരോ ദിവസം കൂടി വരുന്നു എന്ന തരത്തിലും, പരിക്കേറ്റ് അത് ചികിത്സ നേടി ആ പരിക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഈ സേവനം ചെയ്യണം എന്ന് പറയുന്ന പല ഇസ്രായേലി സൈനികരും ആ സേവനം ചെയ്യുന്നില്ല എന്ന തരത്തിലും, ഈ സൈനികരായിരിക്കെ സേവനം ചെയ്തിട്ടില്ലെങ്കിൽ അത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് എന്നതിനാൽ ചില സൈനികരൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലടച്ചിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഏറെക്കുറെ വലിയ രീതിയിൽ പ്രതിസന്ധിയാണ്. ശക്തമായിരിക്കുന്ന ആക്രമണം എത്രത്തോളം ഹിസ്ബുള്ള ഗ്രൂപ്പിന് നേരെ ഇസ്രായേൽ നടത്തുന്നു അതിനനുസരിച്ചുള്ള തിരിച്ചടികളും പല ഘട്ടങ്ങളിൽ അവർ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഹമാസിൽ നിന്ന് ഇസ്രായേൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഹമാസിനോടുള്ള പ്രതിരോധത്തിനേക്കാൾ കടുത്ത പ്രതിരോധമാണ് ഹിസ്ബുള്ള ഗ്രൂപ്പിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന തരത്തിലാണ്. തങ്ങളുടെ തലസ്ഥാന നഗരി പോലും സുരക്ഷിതമല്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അപ്പൊ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായതോടുകൂടി അവർക്കുള്ള ഏറ്റവും വലിയ ഭയപ്പാടും അങ്ങനെ തന്നെയാണ്. അതിർത്തിയിൽ നിന്ന് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ പാകത്തിൽ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലെല്ലാം ഹിസ്ബുള്ള ഗ്രൂപ്പോ അല്ലെങ്കിൽ ഹൂത്തി വിമതരോ ഇറാഖി മലിഷ്യകളുമായിട്ട് ബന്ധപ്പെട്ടവരോ സ്ഥാനമുറപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ്. മാത്രമല്ല അവിടെ കൈവശത്തിലുള്ളത് അത്യാധുനികപരമായിരിക്കുന്ന ആയുധമാണ്. ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് അവർ വികസിപ്പിച്ചെടുത്തത് അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യത്തിൽ നിന്നാണ് അവർ വാങ്ങിയത് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലില്ല. മാത്രമല്ല അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം പല ഘട്ടങ്ങളിലും തകർന്നു വീണു പോകുന്നു. അത് ഏത് തരത്തിലാണ് വീണു പോകുന്നത് എന്നതിനെ കുറിച്ച് രൂപം ഉണ്ടാക്കാൻ പോലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിക്കാത്ത വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ഗോലാൻ കുന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് ഒരു യുദ്ധത്തിന്റെ ഒരു മുനമ്പിലേക്ക് തന്നെ അല്ലെങ്കിൽ കനത്ത രീതിയിലുള്ള ഒരു യുദ്ധം ഗോലാൻ കുന്നുമായിട്ട് ബന്ധപ്പെട്ട് ഭാവിയിൽ ഉണ്ടാകും എന്നതിന്റെ സൂചന കിട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ ആ ഭാഗത്തുണ്ടാകുന്ന പ്രത്യാക്രമണം എന്നാണ് ഈ റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇറാൻ നിലവിൽ യുദ്ധപ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ യൂറോപ്യൻ യൂണിയനും അമേരിക്കയൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇറാഖിൽ ഒരു പ്രാവശ്യം കഴിഞ്ഞു, പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങൾ രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞു, മൂന്നാമത്തെ ഘട്ടം ഈജിപ്തിൽ കഴിഞ്ഞു. ഈജിപ്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു പരിഹാര നിർദ്ദേശങ്ങൾ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ടോ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ആന്റണി ബ്ലിങ്കന് പോലും സാധിക്കാതെ ഈജിപ്തിൽ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടുകൂടിയാണ് തങ്ങൾ വന്നത് എന്നുള്ളതും ഒരു യുദ്ധം അവസാനിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നു എന്നതിനാൽ രണ്ട് വിഭാഗങ്ങളും ഈ കാര്യത്തിൽ തങ്ങളോട് സഹകരിക്കണം അല്ലെ സഹായിക്കണം എന്ന തരത്തിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നത്. ചർച്ച തുടങ്ങിയ സമയത്ത് അത് ഹമാസ് ബഹിഷ്കരിച്ചു. രണ്ടാം ഘട്ടത്തിൽ ഈജിപ്തിലുള്ളതും ബഹിഷ്കരിച്ചു. ആദ്യം പറഞ്ഞു വെച്ച കരാർ വ്യവസ്ഥ ഏതാണോ ആ വ്യവസ്ഥ പാലിച്ചാൽ മതി, അതിന് പ്രത്യേകമായിരിക്കുന്ന അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല, പ്രത്യേക ചർച്ചയുടെ ആവശ്യമില്ല എന്നുള്ള വിവരമാണ് പാലസ്തീന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത് എന്ന തരത്തിൽ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നിലവിൽ ഈ പ്രതിരോധ സംബന്ധമായിരിക്കുന്ന കാര്യം, അതായത് ഗോലാൻ കുന്ന് ഒരു ഇടവേള കൈവിട്ടു പോകുമോ എന്ന് പോലും ഭയപ്പാടുണ്ടാക്കുന്ന രീതിയിലുള്ള അക്രമമാണ് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള സെറ്റിൽമെന്റുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത സംബന്ധമായിരിക്കുന്ന സുരക്ഷാ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഇപ്പോൾ വലിയ ഭീഷണിയിലാണ്. 50 മിസൈലുകൾ എങ്കിലും ഇന്നലെ തെല്ലവീവിലേക്ക് പെയ്തിറങ്ങി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് ചില പ്രയോഗങ്ങളൊക്കെ ചില പത്രത്തിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. 50-ലധികം മിസൈലുകൾ ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ഈ വ്യത്യസ്ത മേഖലകളിൽ അതിൽ പ്രത്യേകിച്ച് ഗോലാൻ കുന്നിലേക്ക് ഇറങ്ങി എന്നുള്ളതും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുമാണ്. എന്തൊക്കെയാണ് നാശം ഉണ്ടായത്, ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ മീഡിയകൾക്കൊക്കെ വലിയ നിയന്ത്രണം ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ്. സർക്കാർ അറിയാത്ത രീതിയിലുള്ള വലിയ റിപ്പോർട്ടുകളൊന്നും കൊടുക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. പല മീഡിയക്കാരും ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. മീഡിയ സ്വാതന്ത്ര്യമൊക്കെ വല്ലാത്ത അനിക്കപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് അൽ ജസീറ ചാനൽ ഇസ്രായേലിൽ അടിച്ചുപൂട്ടിട്ട് നാട് വിട്ടു പോകാൻ വേണ്ടി പറഞ്ഞത്. ഇവിടെ ഒരു നിമിഷവും പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നൊക്കെ അൽ ജസീറയോട് ഇസ്രായേൽ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം പറയണമെങ്കിൽ അവർക്ക് അതിൻ്റെതായിരിക്കുന്ന പ്രയാസങ്ങൾ അവിടെ ഇവരുണ്ടാക്കിയിട്ടുണ്ട് എന്നുകൂടി നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ സ്വതന്ത്രമാക്കുക എന്നുള്ളത്, അതായത് ഗോലാൻ കുന്ന് എന്ന് പറയുന്ന പ്രദേശം സ്വതന്ത്രമാക്കുക എന്നുള്ളത് ഹമാസിന്റെ അല്ലെങ്കിൽ പാലസ്തീന്റെ ആവശ്യമാണ്, അതല്ലെങ്കിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ അതിനെ
സുരക്ഷിതപരമായി നിലനിർത്തുക എന്നുള്ളത് ഇസ്രായേലിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു അങ്കക്കുറിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക സസൂക്ഷ്മം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുക എന്നതിനെക്കുറിച്ച് പറയുന്നതോടനുബന്ധിച്ച് തന്നെ പാലസ്തീനികളെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിന് സൈനികപരമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി വലിയ തോതിലുള്ള ആയുധങ്ങൾ കൈമാറിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ രണ്ട് തോണിൽ കാലുവെക്കുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. ഒരു ഭാഗത്ത് സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു, മറുഭാഗത്ത് ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ വേണ്ടി ആയുധങ്ങൾ വിട്ടു നൽകുകയും ചെയ്യുന്നു. ഈ രണ്ടും കൂടി ഉചിതമല്ല എന്ന് തുർക്കി ഇതിന്റെ ഇടയിൽ തന്നെ പറഞ്ഞതാണ്. ഏതെങ്കിലും ഒന്നിന്റെ ഒരു കാലിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. രണ്ട് ഇരട്ട നിലപാട് എടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ആരോടൊപ്പം നിൽക്കുകയാണെങ്കിലും അത് വ്യക്തമായിട്ട് പറയണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെ യഥാർത്ഥത്തിൽ ഈ തുർക്കി നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യഥാർത്ഥത്തിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ഇസ്രായേലിന്റെ മേഖലയിൽ ഒന്നായിട്ട് ഗോലാൻ കുന്നിന് വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഇതിന് മുൻപ് തന്നെ പരാമർശിച്ചതാണ്. സുരക്ഷിത മേഖല എന്ന് പറയുന്ന സൈനിക താവളങ്ങളും അതിന്റെ സംവിധാന കാര്യങ്ങളും ഉണ്ട് എന്നതും അവിടെ സെറ്റിൽമെന്റ് അവിടെ ജീവിക്കുന്ന ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകപരമായിരിക്കുന്ന സുരക്ഷാ ആയുധങ്ങൾ സർക്കാർ തന്നെ നൽകിയിരിക്കുന്നു എന്നതിനാലൊക്കെ തന്നെ അവർ വലിയ സുരക്ഷിതരാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. ആ ബോധ്യമാണ് ഇപ്പൊ തകർന്നടഞ്ഞിരിക്കുന്നത്. ഒരു സുരക്ഷിതത്വം ജൂത പൗരന്മാർക്ക് ഇസ്രായേൽ രാജ്യത്ത് ഇല്ല എന്ന തരത്തിലേക്ക് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.